ഇതാണ് റഫീദ്. ഓക്കെ. അപ്പൊ റഫീദ് പറയും ഇനി എന്തൊക്കെയാണ് ഇവിടുത്തെ വാഹന സംസ്കാരങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. റഫീദ് പറയും എന്താണ് ടോട്ടലി നമ്മളുടെ നാട്ടിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് അമേരിക്കയിലെ വാഹന സംസ്കാരത്തെ കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ബേസിക് ആയിട്ട് പറയേണ്ടതെന്ന് വെച്ചാല് എനിക്കൊരു എന്താണ്? വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോ അമേരിക്കയിൽ ഒരു 10-40 സ്റ്റേറ്റിനെങ്കിലും ബാധകമാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുക്കുന്നത്, ഒരു ഫോണില്ലാത്തൊരു കുട്ടി ഉണ്ടാവില്ലല്ലോ, +2 കഴിഞ്ഞ കുട്ടി. അതേപോലെ തന്നെ ഇവിടെ ഹൈസ്കൂൾ കഴിഞ്ഞൊരു കുട്ടിക്ക് വാഹനം ഇല്ലാതിരിക്കില്ല. അതൊരു പ്രൈമറി നീഡിൽ പെട്ടതാണ് ഫോണ്, വാഹനം എന്നൊക്കെ പറയുന്നത്. അത്രയ്ക്കും കാർ ഡിപ്പെൻഡഡ് അല്ലെങ്കിൽ കാർ സെൻട്രിക് ആണ് ഇവിടുത്തെ ഒരു സംസ്കാരം. അപ്പോൾ എല്ലാ വീട് നിർമ്മിക്കുമ്പോഴും എല്ലാത്തിലും ഇപ്പൊ ഇവിടുത്തെ കടകൾ ശ്രദ്ധിച്ചാൽ അറിയാം, വലിയ പാർക്കിംഗ് ലോട്ടുകളായിരിക്കും. കാരണം ആർക്കൊന്ന് വെച്ച് കാറ് വേണം. അത് പണ്ട് മുതലേ അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ്. അതൊരു കൾച്ചറൽ ഷോക്കായിരുന്നു. ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് ബൈക്കുകൾ കാണാനില്ല, വെറും കാറുകൾ മാത്രമാണ്. അത് ഇങ്ങനെ ബൈക്കും കാറും നമ്മുടെ നാട്ടിൽ വെച്ച് ഇപ്പൊ നമ്മളിപ്പോ കടയിൽ പോകണേ, ഷോപ്പ് പോകണമെങ്കിൽ ഒരു ബൈക്ക് എടുക്കും, അല്ലെങ്കിൽ ചെറിയ അത്യാവശ്യമുള്ള ചെറിയ യാത്രകൾക്ക് നമ്മൾ ബൈക്ക് ഉപയോഗിക്കും. പക്ഷെ ഇവിടെ നമ്മൾ തീരെ ബൈക്ക് കാണാനില്ല. ആ ഒരു അതെങ്ങനെയുള്ള കമ്പയർ ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലെ ബൈക്ക് സംസ്കാരം, ഇവിടുത്തെ ബൈക്ക് ആ സംസ്കാരം? അത് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ബൈക്ക് സംസ്കാരം ഇവിടെ ഒരിക്കലും ഇല്ല. ഒന്ന് സേഫ്റ്റി കൺസേൺ ആണ്. ആ, രണ്ടാമത്തത് പിന്നെന്താ പറയാ, ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് ഒരിക്കലും ബൈക്കിങ്ങിന് പറ്റിയതല്ല. മഴയാണെങ്കിൽ പെട്ടെന്നുള്ള മഴയായിരിക്കും, നല്ല ഇന്റൻസിറ്റി കൂടിയ മഴയായിരിക്കും. പിന്നെ വെയിലാണെങ്കിൽ ഭയങ്കര ഇന്റൻസ് ആയിരിക്കും, മഞ്ഞ്. ഈ എല്ലാ കാലഘട്ടത്തിനും പറ്റിയൊരു സാധനമല്ല ബൈക്ക്. ആൾക്കാരുണ്ട്, ബൈക്ക് പ്രേമികളുണ്ട്, അവരെ ബൈക്കേഴ്സ് എന്ന് വിളിക്കും. അവരൊരു ഗ്യാങ് ആണ്. അവരവരുടേതായുള്ള പ്രോമോക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ നാട്ടിൽ നമ്മൾ ഷോ നടത്തുന്ന പോലെ അങ്ങനത്തെ പരിപാടിക്കോ അല്ലെങ്കിൽ റോഡ് ട്രിപ്പിനൊക്കെ ആയിട്ടാണ് അവര് ബൈക്ക് യൂസ് ചെയ്യുന്നതുള്ളൂ. അല്ലാണ്ട് ഒരു നോർമൽ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ബൈക്ക് യൂസ് ചെയ്യുന്നത് 1% പോലും ആൾക്കാർ ഉണ്ടാവില്ല, കുറവാണ്. അത് ഫസ്റ്റ് കൺസേൺ സേഫ്റ്റി പോയിന്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എത്രയും പെട്ടെന്ന് കിട്ടാവുന്ന ലൈസൻസ് ബൈക്കിന്റെ ആണ്. ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് കിട്ടാനുള്ള ലൈസൻസും ബൈക്കിന്റെയാണ്. കൈൻഡ് ഓഫ് ഒരു നമ്മൾ മരിച്ചാലും കുഴപ്പമില്ലാന്ന് എഴുതി കൊടുക്കുന്ന രൂപത്തിലാണ് ഇവിടെ ലൈസൻസ് എടുക്കുന്നത് ഏറെക്കുറെ. പിന്നെ ഇവിടുത്തെ ഒരു പുതിയ വാഹനം വാങ്ങിയാൽ അതിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ എങ്ങനെയാ നമ്മുടെ നാട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ നല്ല ടഫ് ആണോ അതോ ഈസി പ്രൊസീജിയർ ആണോ അതെങ്ങനെ? ആ നാട്ടിലിപ്പോ ഞാൻ വണ്ടി എടുത്തത് 10 വർഷം മുമ്പാണ്. അത് വെച്ച് നോക്കുമ്പോ ഇപ്പോ ഭയങ്കര ഫാസ്റ്റ് ആണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയാ, എല്ലാം ഓൺലൈനാണ്, എല്ലാം സോഫ്റ്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്രഷ് വണ്ടി എടുക്കുകയാണെങ്കിലും യൂസ്ഡ് വണ്ടി എടുക്കുകയാണെങ്കിലും ടൈറ്റിൽ ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ വണ്ടിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ഓൺലൈനാണ്. നമുക്ക് വണ്ടി എടുക്കുന്ന മൊമെന്റിൽ തന്നെ നമുക്ക് ഒരു ടെമ്പററി ലൈസൻസ് പ്ലേറ്റ് ഡീലർഷിപ്പിൽ നിന്ന് കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് പോയി പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വിത്തിൻ 2 to 4 വീക്സിൽ നമുക്ക് വണ്ടിയുടെ ഫുൾ പേപ്പർ നമ്മളെ കയ്യിൽ വരും. അപ്പൊ ഒരു അതൊരു ഹാസിൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇവിടുത്തെ. ഭയങ്കര സ്ട്രീം ലൈൻഡ് ആണ്. പിന്നെ നമ്മള് കണ്ടൊരു കാര്യം, ഇപ്പൊ നമുക്ക് നമ്മളുടെ സ്വന്തം വണ്ടിക്ക് നമ്മളുടെ പേരിടാ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പേരിടാ, ആ ഒരു സംഭവം എങ്ങനെയാണ്? ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ് കസ്റ്റമൈസ് ചെയ്യുന്നതിനോട് ഒരു ലിമിറ്റും ഇല്ലാത്തൊരു നാടാണ്. യൂഷ്വലി നമുക്ക് 7 ഡിജിറ്റുള്ള എന്തും നമുക്ക് വെക്കാം. ഓരോ സ്റ്റേറ്റിൽ വ്യത്യാസമുണ്ട്. പിന്നെ അതിൽ നിന്നും കുറക്കണമെങ്കിലും കൂട്ടണമെങ്കിലും ഒക്കെ കാശ് കൂടുതൽ അടച്ചാൽ മതി. ഇപ്പൊ മലയാളി എന്നൊരു വാക്ക് എഴുതിയിട്ട് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിലവിൽ ഒരാളെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ 1 വർഷത്തേക്ക് ഒരു ഫീ ഉണ്ട്. ആ 1 വർഷം നമുക്ക് ആ നമ്പർ പ്ലേറ്റ് യൂസ് ചെയ്യാം. ഇനി അത് 5 വർഷത്തേക്ക് എടുക്കാം. അങ്ങനെ കുറച്ചും കൂടെ ഫീ കുറയും. ബട്ട് ഫീസ് കൊടുത്ത് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന കാര്യമാണ് അതെല്ലാം. അത് നമുക്ക് നമ്മുടെ ലൈഫ് ടൈം മൊത്തം നമുക്ക് ഒരേ നമ്പർ ഉപയോഗിക്കാൻ പറ്റും, അതിന് വേറെ പൈസ കൊടുക്കേണ്ടി വരും. അതിന് ഈ 5 കൊല്ലത്തേക്ക് നമുക്ക് പുതുക്കാം, റിന്യൂ ചെയ്തിട്ട് എടുക്കാം. ഓക്കെ. അതാണ് അതിന്റെ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് അത് വ്യത്യാസമുണ്ട്. ചിലത് 10 വർഷത്തേക്കുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ മാത്രമല്ല നമുക്ക് നമ്മൾ ഓൺ ചെയ്യുന്ന വണ്ടി വിൽക്കുമ്പോൾ അതിന്റെ കൂടെ നമ്പർ പ്ലേറ്റ് വിൽക്കണം, അത് നമുക്ക് മാറ്റാൻ പറ്റുമോ? നമുക്ക് മാറ്റാം. ആണല്ലേ. അപ്പൊ നമ്മൾ വണ്ടി മാത്രമേ കൊടുക്കുള്ളൂ, നമ്പർ പ്ലേറ്റ് കൊടുക്കൂല? നമ്പർ പ്ലേറ്റ് എടുക്കൂല, അത് നമുക്ക് സ്വന്തമാണ്. നമുക്ക് സ്വന്തമാണ്. പിന്നെ മാത്രമല്ല ഇവിടെ ചില വണ്ടികളുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ ഒക്കെ നമ്പർ പ്ലേറ്റ് കാണില്ല, ചിലൊരു വണ്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് അത് ഇപ്പോ ഓരോ സ്റ്റേറ്റിലും ഓരോ നിയമങ്ങളാണ്. അതായത് ഫ്രണ്ടിലും ബാക്കിലും നമ്പർ പ്ലേറ്റ് വേണ്ട സ്റ്റേറ്റുകളുണ്ട്. ഇപ്പൊ ടെക്സസ് അതിൽപ്പെട്ട സ്റ്റേറ്റ് ആണ്, ബട്ട് അത്ര തന്നെ ഇമ്പോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് അല്ല. ബാക്കിൽ മാൻഡാറ്ററി ആയിട്ട് നമ്പർ പ്ലേറ്റ് വേണം. അതാണ് ഈ പറഞ്ഞ സ്കാനിങ്ങിലും ക്യാമറയിലും എല്ലാം വരുന്നത്. ഫ്രണ്ടിലുള്ളത് ബൈ ലോ ഈ സ്റ്റേറ്റിൽ വേണം, പക്ഷെ പല സ്റ്റേറ്റിലും അത് മാൻഡാറ്ററി അല്ല. അതുകൊണ്ട് തന്നെ കാർ മാനുഫാക്ചേഴ്സ് അതൊരു മാൻഡാറ്ററി ഫിറ്റിംഗ് ആയിട്ട് വരില്ല. അപ്പൊ പല കാറിന്റെയും ഫ്രണ്ടിൽ ലൈസൻസ് പ്ലേറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല. പിന്നെ അത് നമ്മൾ വാങ്ങിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് വരുന്നത്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോ എന്നിട്ട് ഏകദേശം പല സ്റ്റേറ്റിൽ ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പൊ ഇവിടെ ഞാൻ കണ്ട പ്രത്യേകത, പല വണ്ടികളും പൊളിഞ്ഞ് ഒടിഞ്ഞ് ഒക്കെ റോഡിൽ കൂടെ ഓടുന്നുണ്ട്. അതിന്റെ ഒരു സംഭവം എങ്ങനെ അത്?
അത് ലീഗലി പറ്റുന്നതല്ല. ഇപ്പൊ നമ്മളിപ്പോ കുറച്ചും കൂടെ സ്ട്രിക്റ്റർ ആയുള്ള ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് എന്താ പറയാ, വണ്ടിക്ക് ചെറിയ ചളുക്കും പൊളുക്കുള്ളതാണെങ്കിൽ പോലും പോലീസ് പുൾ ഓവർ ചെയ്തിട്ട് അത് ടോ ചെയ്ത് കൊണ്ടുപോയി ശരിയാക്കണം എന്ന് പറയുന്ന സ്റ്റേറ്റുകളുണ്ട്. പക്ഷെ ഇവിടെ അത് അത്ര തന്നെ ഇമ്പോസിഡ് അല്ല. പിന്നെ ഈ ടെക്സസ് ഒരുവിധം മോഡിഫിക്കേഷൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നാട്ടിലെ പോലെയല്ല. ഇവിടെ എന്തെങ്കിലും ഒരു മോഡിഫൈങ് പാർട്ട് നമുക്ക് വാങ്ങാൻ അവൈലബിൾ ആണെങ്കിൽ അത് വണ്ടിയിൽ വെക്കാൻ ലീഗലാണ്. ലീഗൽ അല്ലാത്ത സാധനം വിൽക്കാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. വിറ്റാണ്ട് പിന്നെ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ടൈപ്പല്ല. അപ്പൊ അതുള്ളിടത്തോളം കാലം ഇപ്പൊ ചെറിയ തട്ടുമുട്ടൊക്കെ ഉള്ള വണ്ടി, ഇപ്പൊ ജസ്റ്റ് ബമ്പറൊക്കെ പൊങ്ങിയ വണ്ടികളും പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, അവനവന്റെ റിസ്ക് ആണ്. അവനവന് ആണ് അറ്റ് ദ എൻഡ് അവരാണല്ലോ അവരുടെ അതെ ലൈഫിന് അതെ റെസ്പോൺസിബിൾ. അതെ. അതല്ല, അപ്പൊ നമ്മുടെ നാട്ടിലെ വണ്ടി മോഡിഫിക്കേഷനും ഇവിടെ ഉള്ള ഒരു വണ്ടി മോഡിഫിക്കേഷനും തമ്മിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോ, ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ സതീശനൊക്കെ കോൺഗ്രസ് ഒക്കെ വന്നതും മുഖ്യമന്ത്രി പറഞ്ഞതും പൂക്കി ആ, പൂക്കി. അപ്പൊ അതൊക്കെ മോഡിഫിക്കേഷനെ കുറിച്ചാ പറഞ്ഞത്. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോ എങ്ങനെ വരുന്നു, എങ്ങനെ തോന്നുന്നു? അത് ഇവിടെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് പ്രത്യേകിച്ച് വണ്ടി പ്രേമികൾക്കൊക്കെ ഭയങ്കര സ്വർഗ്ഗമാണ്. കാരണം എന്തും എങ്ങനെയും ചെയ്യാം. സ്വന്തമായിട്ട് ചെയ്യാം, ഓതറൈസ്ഡ് ഡീലർ അടുത്ത് പോയി ചെയ്യാം. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, എന്റെ പല ഫ്രണ്ട്സും സ്വന്തമായിട്ട് മോഡിഫൈ ചെയ്യുന്നവരുണ്ട്. നമുക്ക് അറിയുന്ന പോലെ മലയാളി കൂട്ടുകാർ മോഡിഫിക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ആ സേഫ്റ്റി എന്നൊരു സാധനം എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഓക്കെയാണ്. അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെടുക്കുന്ന പോലെ പ്രത്യേക പെർമിഷനോ അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ, ഇല്ല, വണ്ടിയുടെ കളർ മാറ്റുന്നുണ്ടെങ്കിൽ പെർമിഷൻ എടുക്കണം. അതിന് ഫീസ് എന്തെങ്കിലും ഇല്ല ഉണ്ടോ? ഇല്ല, നമ്മൾ പറഞ്ഞ പോലെ രജിസ്ട്രേഷനിൽ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ വർഷവും നമ്മൾ വണ്ടിയുടെ രജിസ്ട്രേഷൻ പുതുക്കണം. ആ പുതുക്കുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഇൻസ്പെക്ഷൻ നടത്തും. അപ്പൊ നമ്മളെ വണ്ടിയിൽ സേഫർ അല്ലാത്ത എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ പ്രവർത്തനങ്ങളും മറ്റുള്ള ആൾക്കാരുടെ സേഫ്റ്റിക്കും ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഫ്ലാഗ് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഹെവി ബീം ലൈറ്റുകൾ വരെ ഘടിപ്പിച്ചാൽ പോലും അവരൊന്നും പറയില്ല. കാരണം നമ്മൾ പറയാതെ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം റെസ്പോൺസിബിൾ ആയിട്ട് ഓൺ ആക്കുന്ന ഒരു ലൈറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഫൈൻ. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. എല്ലാവരും സിറ്റിസൺസിന് കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കുറച്ച് അക്കൗണ്ടബിലിറ്റിയും കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പാണ് അവിടെ. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പോലീസ് വഴിയിൽ തടഞ്ഞിട്ട് നമ്മളെ കൈ കാണിച്ച് വണ്ടീന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഏകദേശം ഒരു മാസം ഇങ്ങനെ ഫുള്ള് ട്രാവലിംഗ് തന്നെ ആയിരുന്നു, പല സ്റ്റേറ്റിൽ കൂടെ. അപ്പൊ അവിടെ ഒന്നും അങ്ങനത്തെ ഒരു സംഭവം കണ്ടില്ല. അതെങ്ങനെയാണ് നമ്മളിവിടെ വാഹന നിയമം തെറ്റിച്ചിട്ടുണ്ടോ, ഗതാഗത നിയമം തെറ്റിയിട്ടുണ്ടോ, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, പിന്നെ മദ്യപയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ചെക്ക് ചെയ്യാറുണ്ട്. ആ ആ ഇവിടെ ഒന്നും കണ്ടില്ല. അതിങ്ങനെ അതെന്താ സംഭവം? അമേരിക്കയിൽ പൊതുവെ പറയുകയാണെങ്കിൽ വളരെ 3-4 സിറ്റികളിൽ മാത്രമേ ട്രാഫിക് ക്യാമറകളുള്ളൂ. ലൈക്ക് ആളുകളുടെ ഈ പറഞ്ഞ ട്രാഫിക് വയലേഷൻസ് സെൻസ് ചെയ്യാനുള്ള ക്യാമറകളുള്ളൂ. വാഷിംഗ്ടൺ DC, പിന്നെ അങ്ങനെ ചെറിയ ചെറിയ സിറ്റികൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ലൈവായിട്ടൊരു പോലീസ് കണ്ടാൽ മാത്രം, അവരുടെ റെക്കോർഡ് ചെയ്താൽ മാത്രമേ അവർ നമുക്കെതിരെ ആക്ഷൻ എടുക്കുള്ളൂ. യൂഷ്വലി ഇവിടെ വണ്ടികൾ പുൾ ഓവർ ചെയ്യുന്ന നമ്മൾ ഹൈവേയിലോ അല്ലെങ്കിൽ റോഡുകളിൽ സ്പീഡിങ്ങിന് പോകുമ്പോൾ അവർ പുൾ ഓവർ ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ലൈസൻസ് പ്ലേറ്റ് ഇതേപോലെ ലൈസൻസ് പ്ലേറ്റ് ഇല്ലാണ്ട് പോകുക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ വണ്ടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടിട്ട്, അല്ലെങ്കിൽ ലൈറ്റ് പൊട്ടിയിട്ടൊക്കെ വണ്ടി പോകുന്നുണ്ടെങ്കിൽ അവർ ബാക്കിൽ വന്ന് സൈറൺ അടിക്കും. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട, അവർ വന്ന് റെസ്പെക്റ്റോടെ കാര്യങ്ങൾ പറയും. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പുൾ ഓവർ ചെയ്ത്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് തരണം എന്ന് പറയും. ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഹൈ സ്പീഡിൽ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ വാണിംഗ് തരാൻ പറ്റുന്ന വാണിംഗ് തരും. നമ്മൾ എന്തെങ്കിലും ട്രാഫിക് നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടിക്കറ്റ് തരും. അല്ലാണ്ട് നമ്മളെ തെരഞ്ഞു പിടിച്ചിട്ടുള്ള പരിപാടികൾ യൂഷ്വലി ഇല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഹൈ സ്പീഡ് പോകുന്നതാണെങ്കിൽ തന്നെ കുറെ അലവൻസ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഇവിടുത്തെ ഹൈവേകൾ ഒന്നാമത് ഭയങ്കര ഹൈ സ്പീഡ് ഹൈവേകളാണ്. അതിൽ തന്നെ ഒരു 20% ഒക്കെ ഹൈ പോയി കഴിഞ്ഞാൽ ഇവർ വലിയ പ്രശ്നം ഒന്നാക്കൂല. പിന്നെ വണ്ടിക്ക് ഓരോ ബ്രാൻഡിന് അതിൻ്റെതായ റിലയബിലിറ്റി റേറ്റിംഗ് ഉണ്ട്. ഓരോരുത്തർക്ക് അവരുടേതായുള്ള ടേസ്റ്റുകൾ ഉണ്ട്. ചിലർക്ക് ഇപ്പൊ ഹൈ സ്പീഡ് വണ്ടി വേണം, ചിലർക്ക് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള വണ്ടിയാണ്. നാട്ടിലെ പോലെ തന്നെയാണ്. ബട്ട് നാട്ടിലെ പോലെ അത്ര ഫ്യൂൽ എഫിഷ്യൻസിനെ വെയിറ്റേജ് എടുക്കുന്നതല്ല. അതൊരു ഫാക്ടർ മാത്രമാണ്. വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഇങ്ങനത്തെ ട്രക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഫ്യൂൽ എഫിഷ്യന്റ് അല്ലാത്ത വണ്ടികളാണ്. ഇതൊക്കെ ഇപ്പൊ ഇവിടുത്തെ ഒരു ചെറിയ ട്രക്കാണ്. നമ്മളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പുച്ചായി നിൽക്കുന്ന പോലത്തെ വലിയ വലിയ ട്രക്കുകളൊക്കെയാണ് ഇവിടുത്തെ ഒരു യൂത്തിന്റെ ഇപ്പൊ തരം. അല്ലെങ്കിൽ ഹൈ സ്പീഡ് കാറുകൾ, ഇപ്പൊ മോൺസ്റ്റർ കാറുകൾ, അങ്ങനത്തെ കാറുകൾ, ഫാമിലി കാറുകൾ ആയുള്ള ഈ പറഞ്ഞ വലിയ വലിയ ബ്രാൻഡിന്റെ ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് വലുപ്പത്തിൽ നാട്ടിലെ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ പൊതുവെ വലുപ്പം കൂടുതലായിരിക്കും, സേഫ്റ്റി കൂടുതലായിരിക്കും, വെയിറ്റ് കൂടുതലായിരിക്കും. വില വെച്ച് നോക്കുമ്പോൾ ഇതേ കാറുകള് നമ്മൾ നാട്ടിൽ വാങ്ങുന്നതിന്റെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലെ ഈ ഇമ്പോർട്ട് ടാക്സും ലക്ഷറി ടാക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. നാട്ടിൽ നമുക്കൊരു റേഞ്ച് റോവർ വാങ്ങണമെങ്കിൽ 1.5 കോടി രൂപ കൊടുക്കണം. അതേ റേഞ്ച് റോവറോടെ 50-45 രൂപക്ക് നമുക്ക് ഫ്രഷ് കിട്ടും, അല്ലെങ്കിൽ 60. പിന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിലിപ്പോ സ്റ്റാർ സിനിമാ സ്റ്റാറുകൾ, ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഒക്കെ വലിയ വണ്ടികൾ ഉപയോഗിക്കുക, റേഞ്ച് റോവർ, ഡിഫൻഡർ പോലത്തെ ഒക്കെ. അതിനൊക്കെ തോന്നുന്നു നല്ല പ്രൈസ് കൊടുക്കണം. എന്തായാലും 1 കോടിന്റെ മുകളിലാണ് എല്ലാ വണ്ടികൾക്കും കാണാറ്. ഇവിടുന്ന് എടുക്കുമ്പോ അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്, അതിന്റെ പ്രൈസിൽ നമുക്ക് എത്ര മാറ്റം വരെ കാണാൻ പറ്റും? മോർ ദാൻ ഹാഫ് കാണാൻ പറ്റും. അതായത് നാട്ടില് എന്താ പറയാ, നമുക്കൊരു വണ്ടി എടുക്കുമ്പോ
പ്രത്യേകിച്ച് ഇങ്ങനത്തെ ലക്ഷറി വണ്ടികളും പുറത്തുനിന്ന് ഉണ്ടാക്കി നിർമ്മിത വണ്ടികളൊക്കെ ആണെങ്കിൽ, വിദേശ നിർമ്മിത വണ്ടിയൊക്കെ ആണെങ്കിൽ 100% ഇമ്പോർട്ട് ടാക്സ് തന്നെ കൊടുക്കണം. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ റേഞ്ച് റോവറും ഡിഫൻഡറും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളിപ്പോ നാട്ടിലൊരു 1.5 കോടി 1.25 കോടി 2 കോടിക്കൊക്കെ എടുക്കുന്ന വണ്ടി ഇവിടെ ഒരു 60-55 ഫ്രഷ് കിട്ടും. യെസ്. അപ്പൊ അത് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ടാക്സുകൾ, റോഡ് ടാക്സ്, അങ്ങനെ പല ടൈപ്പ് ടാക്സ് ഉണ്ട്. ഇവിടെ അങ്ങനെ എത്ര ഇതും ടാക്സ് ഉണ്ട്? ഇവിടെ ആകെ ഒരു ഇതും ടാക്സ് ഒറ്റ ടാക്സ്. അത് വണ്ടിയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ വാങ്ങിയ തൊപ്പി ഷർട്ട് വാങ്ങുമ്പോൾ കൊടുക്കുന്നത് ടാക്സ്. ഓരോ സ്റ്റേറ്റിനും അതിന്റേതായ സെയിൽസ് ടാക്സ്. സ്റ്റേറ്റിനനുസരിച്ച് മാറുമോ? അതെ, ഫ്രീ 0 സെയിൽസ് ടാക്സ് ഉള്ള സ്റ്റേറ്റുകളുണ്ട്. ഇപ്പൊ ഒറിഗൺ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ ചില ഫ്രണ്ട്സ് ഒക്കെ അവിടെ പോയിട്ട് അവിടുന്ന് വണ്ടി എടുക്കുന്നവരുണ്ട്. അപ്പൊ സെയിൽസ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്റ്റേറ്റ് ടെക്സസിൽ 8% സെയിൽസ് ടാക്സ്. അപ്പൊ വണ്ടിയുടെ സ്റ്റിക്കർ പ്രൈസ് ഇപ്പൊ ഫ്രഷ് വണ്ടി എടുക്കുകയാണെങ്കിൽ MRP അതിന്റെയൊക്കെ ഒരു 8.25% നമ്മൾ ടാക്സ് അടക്കണം. അത്രേ ഉള്ളൂ. വേറെ കൂടുതൽ ചാർജും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളൊരു വണ്ടി എടുത്തിട്ട് അത് വിൽക്കുമ്പോൾ അതിന്റെ റീസെയിൽ വാല്യൂ എങ്ങനെയാണ്? അത് കാൽക്കുലേറ്റ് ചെയ്യലൊക്കെ എങ്ങനെയാണ്? അത് കുറച്ചുകൂടെ ഇവിടെ നമുക്ക് വണ്ടിയുടെ ഹിസ്റ്ററി ഉണ്ട്. കാർഫാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിസ്റ്ററി സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ആണ് ഒരുവിധം എല്ലാ വണ്ടിക്കും വരും. അപ്പൊ ആ വണ്ടിയുടെ തന്നെ എത്ര വർഷം പഴക്കമുണ്ട്, കളർ എന്താണ്, വണ്ടിയുടെ ആക്സിഡന്റ് ഹിസ്റ്ററി എന്താണ്, മെയിൻ്റെനൻസ് ഹിസ്റ്ററി എന്താണ്, റിലയബിലിറ്റി സ്കോർ എന്താണ്, സേഫ്റ്റി സ്കോർ എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ആ വണ്ടിയുടെ ജാതകം മൊത്തം നമ്മൾ എടുത്ത മുതലുള്ള എല്ലാം ഉണ്ടാവും. അത് ഈ വണ്ടിയുടെ നമുക്ക് ഒരു ആധാർ നമ്പർ പോലത്തെ ഒരു നമ്പർ ഉണ്ടാവും, വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ആ നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ മൊത്തം ഡീറ്റെയിൽസും കിട്ടുകയും ചെയ്യും. നാട്ടിൽ കുറെ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ കെല്ലി ബ്ലൂ ബുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സോഫ്റ്റ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഇപ്പോൾ കൊടുത്താൽ കിട്ടുന്ന വില എത്രയാന്നുള്ളത് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്, ഓരോ സിറ്റിയിലും ഏതൊക്കെ എത്രയാണ് മാർക്കറ്റ് റേറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റൂല, അതിൽ കുറവൊന്നും നമുക്ക് കിട്ടൂല. നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട, വാങ്ങാനാണെങ്കിൽ അതിൽ കുറഞ്ഞ് കിട്ടാനും പ്രതീക്ഷിക്കണ്ട. കാരണം അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വണ്ടികളായിരിക്കും നമ്മൾ വാങ്ങാൻ നോക്കുന്നത്. അപ്പോൾ ആ ബ്ലൂ ബുക്ക് റേറ്റ് ആയിരിക്കും മോർ ഓർ ലെസ് ദ സെയിം. പിന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് റഫീദിന് എന്താണ് അടിച്ചപ്പോ ഞാൻ ചോദിക്കാത്ത ചോദ്യങ്ങൾ എന്തെങ്കിലും പറയാനുള്ള എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഇല്ല, പറയാനുള്ളത് നമ്മുടെ നാട്ടില് എന്ന് ചോദിച്ചാലിപ്പോ വണ്ടിപ്രേമികൾക്ക് കുറച്ചും കൂടെ പറ്റിയൊരു നാടാണ് അമേരിക്ക. അപ്പൊ നമുക്കിപ്പോ ഒരു നാട്ടിലിപ്പോ ഒരു വണ്ടി എടുത്ത് 2 കൊല്ലം ഉപയോഗിച്ച് വേറെ വണ്ടി എടുക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന സാമ്പത്തിക നഷ്ടവും ബുദ്ധിമുട്ടുകളും തലവേദനകളും വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് ഇപ്പൊ നമ്മളൊരു സാധനം എടുത്ത് നമ്മളൊരു 4-5 വർഷം എടുത്ത് മാറ്റി വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. പല പല വണ്ടികൾ നമുക്ക് ട്രൈ ചെയ്യാം, വേണ്ട രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം, ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, വണ്ടിയെ ഇഷ്ടപ്പെടാം. പിന്നെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ട് ഇവിടെ. ഇപ്പൊ നിങ്ങളൊരു വണ്ടി എടുത്തു, ആ വണ്ടിക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു യുണീക്ക് ടൈപ്പ് വണ്ടിയാണ് അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടറുള്ള വണ്ടിയാണെങ്കിൽ ആ വണ്ടിന്റെ പേരിലോട്ട് ക്ലബ്ബുകളുണ്ട്. നമുക്ക് റൈഡിന് പോവാം, റാലിക്ക് പോവാം, രാത്രി മറ്റേന് പോവാം. പിന്നെ ഇവിടെ ഒരുപാട് റേസ് ട്രാക്കുകൾ, നമുക്ക് നമ്മൾ സ്വന്തം വണ്ടി സ്വന്തം റിസ്കിന് കൊണ്ടുപോയിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാനും കാര്യങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഓഫ് റോഡ് വണ്ടികളാണെങ്കിൽ അതിനുള്ളതുണ്ട്. ടയറുകളും എല്ലാം കുറച്ചും കൂടെ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഗവൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇത്രേ ഉണ്ടാവുള്ളൂ. എല്ലാം ബിസിനസ്സാണ്, അവർക്ക് എന്ത് ചെയ്താലും ഈ സെയിൽസ് ടാക്സിലൂടെ അവർക്ക് ഇൻകം ഉണ്ടാവുന്നുണ്ട്. ആളുകൾക്ക് സേഫ്റ്റി മാത്രമേ നോക്കുന്നുള്ളൂ, അത് ഓൾറെഡി എൻഷുർഡ് ആണ്. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ എന്നെ പോലുള്ള ആൾക്കാർക്ക് അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. നമ്മളൊക്കെ സ്ട്രെസ്സും ജോലിയിൽ നിന്നും മറ്റു കാര്യങ്ങളിലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ തീർക്കുന്ന കുറെയൊക്കെ വണ്ടിയിലുള്ള, അപ്പൊ അത് ഒരു ബെനിഫിറ്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെ വണ്ടി മോഡിഫൈ ചെയ്യുന്ന നമ്പർ പ്ലേറ്റ് തൊട്ട് എല്ലാം നമുക്ക് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്യാന്ന് മാത്രമല്ല, നമുക്ക് വേണ്ട രീതിയിൽ അഫോർഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എനിക്കിപ്പോ നാട്ടിൽ നിൽക്കുമ്പോൾ സ്വപ്നം കാണാൻ പറ്റാത്ത കാറാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഓടിക്കുന്നത്. ഈ ഒരു പറഞ്ഞ പ്രൈസ് ഡിഫറൻസ് കൊണ്ട് മാത്രവും പിന്നെ അതിൽ തന്നെ യൂസ്ഡ് കാർ ആകുമ്പോൾ വീണ്ടും കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോ അമേരിക്കയിലെ കാറിന്റെ വാഹനങ്ങളുടെ വിഷയങ്ങൾ, പിന്നെ കാറും ജസ്റ്റ് നമ്മൾ കാറിന്റെ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ ട്രക്കുകാരുടെ ജീവിതം, അങ്ങനെ ബസ്സുകാർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് വെഹിക്കിൾ ഉണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ വേറെയാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ദീർഘമായിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അതെ, നാട്ടിൽ പിന്നെ ഇൻഷുറൻസ് ഇവിടെ വലിയൊരു ഘടകമാണ്. അതും ഇൻഷുറൻസ്, അതെങ്ങനെ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ? ഇൻഷുറൻസ് മാൻഡാറ്ററി ആണ്, അതില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിലൊരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമുക്ക് എത്രത്തോളം കവറേജ് വേണമെന്നുള്ളത്. എനിക്ക് നമ്മുടെ നാടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഷുറൻസിൽ വ്യത്യാസം തോന്നിയത്, ഒന്ന് എന്താ പറയാ, നമുക്കിപ്പോ അൺഇൻഷുർഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് കവറേജ് ലിമിറ്റുകൾ മാറ്റാം. പക്ഷെ ഇപ്പൊ നമ്മള് ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോൾട്ട് അല്ല എങ്കിൽ പോലും വേറെ വണ്ടി നമ്മൾ ഒന്ന് അടിച്ചു, ആ വണ്ടിയിലുള്ള ആൾക്ക് ഒന്നെങ്കിൽ ഏജ് ഉണ്ടായിരുന്നില്ല, ലൈസൻസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ വണ്ടി നമ്മുടെ ഇൻഷുറൻസ് തന്നെ നമുക്ക് നന്നാക്കാം. നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം കൂടില്ല, നമ്മുടെ ലൈസൻസ് ഹിസ്റ്ററിയിൽ നമുക്കത് ആഡ് ആവില്ല. അങ്ങനത്തെ കുറെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നമുക്ക് റെന്റൽ കവറേജുകൾ, നമുക്ക് വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ റെന്റൽ കാർ എടുക്കാനുള്ള ഫെസിലിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതെല്ലാം ഇൻഷുറൻസ് എല്ലാം ഒരുപാട് കമ്പനികളുടെ കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് തന്നെ എല്ലാം കോമ്പറ്റീറ്റീവ് റേറ്റ് ആണ്.
ഇപ്പൊ ഞാനിപ്പോ ഒരു ഇൻഷുറൻസ് എടുത്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വേറെ കമ്പനി എനിക്ക് കുറച്ചും കൂടെ കുറവുള്ള ഇൻഷുറൻസ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രീമിയത്തിൽ കുറവുള്ള ഇൻഷുറൻസ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ മാറാം. ഞാൻ ഈ ഇൻഷുറൻസ് എത്ര ദിവസമാണ് ഉപയോഗിച്ചത് അത്ര ദിവസത്തേക്ക് മാത്രമുള്ള അടിച്ച് ബാക്കിയൊക്കെ എനിക്ക് റീഫണ്ട് കിട്ടും, ഫൈലോ കിട്ടും. അതെ, അപ്പൊ ആർക്കും നമ്മളെ ചെത്താൻ പറ്റില്ല, സമാധാനമാണ്. അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് അമേരിക്കയിലെ വാഹന വിശേഷങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാം. ഏതായാലും ഇത്ര സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി. ഓക്കെ. Waytonikah.com, the exclusive Muslim matrimonial site.